C1 വന്ദേ ഭാരത് കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 2 കൊല്ലമായിട്ടുണ്ടെങ്കിലും ഞാൻ വന്ദേ ഭാരതിൽ കയറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒന്ന് കണ്ണൂർക്കൊരു പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും കുടുംബം എല്ലാവരും കൂടിയിട്ട് വന്ദേ ഭാരതിൽ പോകാം. അപ്പോൾ തൃശ്ശൂർ സ്റ്റേഷനിലാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ ട്രെയിനിൽ കയറിയിട്ട് കാണാം. ഓക്കെ. തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോട്ടേക്ക് പോണ വന്ദേ ഭാരത് തൃശ്ശൂർ അത് ഏകദേശം രാവിലെ ഒരു 9:20 അപ്പോൾ അതിലാണ് ഞങ്ങൾ കണ്ണൂർക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് വെയിറ്റ് നിൽക്കുമ്പോൾ അവിടെ എറണാട് എക്സ്പ്രസ് വന്നു. നല്ല തിരക്കാണ് എറണാട് എക്സ്പ്രസ്സിൽ, കാരണം അതൊക്കെ എല്ലാ സ്റ്റേഷനിലും നിർത്തി പോകുന്ന ട്രെയിനാണല്ലോ. നല്ല തിരക്കുണ്ടായിരുന്നതിൽ. അപ്പോൾ ഞങ്ങളവിടെ പ്ലാറ്റ്ഫോമിൽ വെയിറ്റ് ചെയ്തു. വേറെയും പല ട്രെയിനുകളും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്, ഗുഡ്സ് ട്രെയിൻ പോകുന്നുണ്ട്. അതൊക്കെ കണ്ടിങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ ട്രെയിൻ ഏകദേശം ഒരു 15 മിനിറ്റോളം ലേറ്റായിരുന്നു. 9:45 അവിടെ എത്തി. ഇതിലും ഓൾമോസ്റ്റ് ഇതിൻ്റെ എല്ലാ സീറ്റും ഫുള്ളാണ്. കാരണം ഇപ്പോൾ ഞങ്ങൾ ട്രെയിനിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തൃശ്ശൂരിൽ നിന്ന് എല്ലാ സീറ്റും ഇവിടുന്ന് ഫുള്ളായിരുന്നു. ഞാൻ തന്നെ ബുക്ക് ചെയ്ത സീറ്റ് വെയിറ്റിംഗ് ലിസ്റ്റായിരുന്നു. പക്ഷെ രാവിലെയാണ് എനിക്കത് കൺഫേം ആയത്. അങ്ങനെ ഞങ്ങൾ കയറി. ട്രെയിനിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ അറിയാം ട്രെയിൻ ഫുള്ളാണ്. ഏകദേശം ഓൾമോസ്റ്റ് ആളുകൾ നിറച്ചിട്ടുണ്ട്. അങ്ങനെ സീറ്റിൽ ചെന്നിരുന്നു. ട്രെയിൻ മൂവ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ തൃശ്ശൂരിൽ നിന്ന് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ കയറുന്ന എല്ലാവർക്കും ഒരു 1/2 ലിറ്റർ വെള്ളം, അതായത് റെയിൽ നീർ എന്ന് പറയുന്ന വെള്ളം, 10 രൂപയുടെ വെള്ളം എല്ലാവർക്കും അതിൽ കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ ടിക്കറ്റിൽ ഇൻക്ലൂഡറാണ്. എല്ലാ യാത്ര ചെയ്യുന്ന ആളുകൾക്കും അത് ഇൻക്ലൂഡറാണത്. അപ്പോൾ അതെല്ലാം വെള്ളം കൊണ്ടുവന്ന് വെച്ചു. അതിനുശേഷം കോഫി, വെൽക്കം ഡ്രിങ്ക് പോലെ കോഫീൻ്റെ, അത് റെഡി ടു മിക്സ് ആണ്. നമ്മൾ ആ പൊടി മിക്സ് ചെയ്ത് അതിൽ ചൂടുവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അത് കോഫിയായി. അതിൻ്റെ കൂടെ യൂണിബിക്കിൻ്റെ ഒരു ബിസ്ക്കറ്റും, ഷുഗർ ഫ്രീ ആയിട്ടുള്ളൊരു ബിസ്ക്കറ്റ് അവർ അലോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാം അങ്ങനെ കഴിച്ച് നമ്മൾ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് തന്നെ കഴിച്ചിട്ടാണ് പോകുന്നത്. എന്നാലും രാവിലെ ഒരു ചായയും ഒരു ബിസ്ക്കറ്റൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴേക്കും ഏകദേശം ട്രെയിൻ അവിടുന്ന് വിട്ടിട്ട് ഏകദേശം 3/4 മണിക്കൂർ ഉണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ ഭാരതപ്പുഴയുടെ മുകളിലൂടെ, ഷൊർണൂർ ഭാരതപ്പുഴയുടെ മുകളിലൂടെ ക്രോസ് ചെയ്യാൻ അങ്ങനെ ഭാരതപ്പുഴ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ട്രെയിൻ. ഞാനേതായാലും ചുമ്മാ അതിൻ്റെ ടോയ്ലറ്റിൻ്റെ ഉള്ളിലൊക്കെ കയറി ഒന്ന് നോക്കി. കാരണം ഇതൊരു 2 വർഷത്തോളമായല്ലോ വന്ദേ ഭാരത് യാത്ര ചെയ്യാൻ ഇവിടെ കേരളത്തിൽ തുടങ്ങിയിട്ട്. അപ്പോൾ അതൊക്കെ വെൽ മെയിൻറ്റൈൻഡ് ആണ്. അവരെല്ലാം വളരെ ക്ലിയർ ആയിട്ട്, കാരണം ഇതെല്ലാം ബയോ ടോയ്ലറ്റാണ് ഉപയോഗിക്കുന്നത്. പണ്ടത്തെ പോലെ റെയിൽവേയുടെ ഒരു സിസ്റ്റം പോലെ റെയിൽമിക്ക് നേരെ പുറത്തേക്ക് വരുന്ന പരിപാടി ഇപ്പം ഇല്ല. അതെല്ലാം ബയോ ടോയ്ലറ്റാണ്. വെള്ളവും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ടുണ്ടായിരുന്നു. വളരെ ക്ലീൻ ആൻഡ് നീറ്റാണ്. ഏതായാലും അതൊക്കെ വളരെ നല്ല രീതിയിൽ അവർ കൊണ്ടു നടക്കുന്നുണ്ട്. ഇന്ത്യ റെയിൽവേയുടെ മാറ്റങ്ങൾ നമുക്ക് ശരിക്കും ഇതിൽ കാണാൻ പറ്റും. ഏതായാലും ഇനിയും ഇതുപോലുള്ള കാര്യങ്ങൾ, ഇനിയും കുറേ ഡെവലപ്മെൻറ്റുകളൊക്കെ ഇന്ത്യ റെയിൽവേ കൊണ്ടിട്ടേ നമുക്ക് ആശ്വസിക്കാം. പിന്നെ ഇതിൽ കണ്ടൊരു നല്ലൊരു കാര്യമാണത്. ഇത് ശരിക്കല്ല, ഇപ്പോൾ നമ്മുടെ മെട്രോയിലൊക്കെ ഉണ്ട്, ഇതെല്ലാ ട്രെയിനുകളിലും കൊണ്ടുവരാം. കാരണം നെക്സ്റ്റ് സ്റ്റേഷൻ ഏതാണെന്നും അതുപോലെ തന്നെ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൻ്റെ സ്പീഡ്, സ്റ്റേഷനിൽ ഏകദേശം എത്ര മണിക്കെത്തും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോഴത്തെ ട്രെയിനിൻ്റെ സ്പീഡ് കാണിക്കുന്നുണ്ട്. ട്രെയിനിൻ്റെ ആ സ്റ്റേഷനിലേക്ക് ഇനി എത്ര കിലോമീറ്റർ പോകാനുണ്ട്, നെക്സ്റ്റ് സ്റ്റേഷൻ ഏതാണെന്ന് ഇങ്ങനെയൊക്കെ കാണിക്കുന്ന ഡിസ്പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ നല്ലൊരു കാര്യം. ട്രെയിൻ എങ്ങനെയുണ്ട്? അടിപൊളി ട്രെയിനല്ലേ?
ഞാനിങ്ങനെ പോകുമ്പോൾ ആലോചിക്കുകയാണ്, ശരിക്ക് ഈ കേരളത്തിലെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒരു ട്രാക്ക് കൂടെ ഇടുകയാണെന്നുണ്ടെങ്കിൽ അതിലൂടെ ട്രെയിൻ ഓടിക്കുകയാണെങ്കിൽ നമുക്കിവിടെ നമ്മുടെ യാത്രാക്ലേശം ഭയങ്കരമായിട്ട് പരിഹരിക്കാൻ പറ്റും. കാരണം അതൊരു ശരിക്കും നമ്മളൊരു ഹൈ സ്പീഡ് റെയിൽ വരുന്നേക്കാൾ കൂടുതൽ സാധാരണക്കാർക്ക് ഗുണം ചെയ്യുമെന്ന് എനിക്കിങ്ങനെ തോന്നി. എൻ്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ. എനിക്കങ്ങനെ വേറൊന്നും ഉദ്ദേശിച്ചിട്ട് പറയണമെന്നല്ല, രാഷ്ട്രീയ കാര്യങ്ങളൊന്നുമില്ല. കാരണം ഒരൊറ്റ ട്രാക്ക് കൂടെ വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ 2 ട്രാക്ക് ഉണ്ട്, അത് 3 ട്രാക്ക് ആക്കി കഴിഞ്ഞാൽ അതിലൂടെ നമുക്കൊരു പാസഞ്ചർ അല്ലെങ്കിൽ മെമു പോലുള്ള ട്രെയിനുകൾ കണ്ടിന്യൂസ് ഓടിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ, കാരണം ഒരു 600 കിലോമീറ്റർ ഉള്ളൂ, ഈ യാത്രാക്ലേശം വലിയ രീതിയിൽ പരിഹരിക്കാൻ പറ്റുമെന്ന് എനിക്കിങ്ങനെ തോന്നി ഈ യാത്ര ചെയ്യുമ്പോൾ. കാരണം പിന്നെ ആ പച്ചപ്പൊക്കെ കണ്ടുള്ള യാത്ര ഭയങ്കര രസമാണ്. കാരണം ഇപ്പം മഴക്കാലമാണ്, അപ്പോൾ അതിൻ്റെ ഇതിലാകെ ഭയങ്കര ഗ്രീനറിയാണ് യാത്ര ചെയ്യുമ്പോൾ. ഏതായാലും അടിപൊളിയാണ് വന്ദേ ഭാരതിലെ യാത്ര. നല്ല സർവീസും കാര്യങ്ങളുമാണ്, കുഴപ്പമില്ല യാത്ര. കാരണം ഇതിപ്പോൾ 2 വർഷമായി തുടങ്ങിയിട്ട്. 2 വർഷമായിട്ടും കാര്യമായ രീതിയിലുള്ള വൃത്തികേടുള്ള കാര്യങ്ങളൊന്നും ആയില്ല. കാരണം ഇന്ത്യൻ റെയിൽവേയുടെ ഏറ്റവും വലിയ പ്രശ്നം അതായിരുന്നല്ലോ. ഇത് വളരെ ക്ലീൻ ആൻഡ് നീറ്റാണ്. പിന്നെ ഇപ്പോൾ ഞങ്ങൾ അവിടുന്ന് തൃശ്ശൂരിൽ നിന്ന് കയറുമ്പോൾ കോഴിക്കോട് വരെ സീറ്റെല്ലാം ഫുള്ളായിരുന്നു. ഇപ്പോൾ സീറ്റെല്ലാം വളരെയധികം വേക്കൻ്റായി. ഇനിയിപ്പോൾ കണ്ണൂരും കാസർഗോഡും അല്ലോ എനിക്ക് സ്റ്റോപ്പ്. കണ്ണൂർ അടുത്ത് സ്റ്റോപ്പ് കഴിഞ്ഞാൽ കാസർഗോഡ്. ഇത് കാസർഗോഡ് വരെ പോകുള്ളൂ, അത് കഴിഞ്ഞ് അവിടെ തിരിച്ചു പോരുള്ളൂ. ഏതായാലും വന്ദേ ഭാരതിൽ യാത്ര നല്ലതാണ്. ട്രാവൽ ആൻഡ് ഗുഡ്. അങ്ങനെ ഏകദേശം ഒരു 15 മിനിറ്റ് ലേറ്റ് എന്ന് പറയാം. കാരണം 12:10 ആണ് കണ്ണൂർ എത്തേണ്ട സമയം. ഇത് 12:25 കണ്ണൂർ സ്റ്റേഷനിൽ ഞങ്ങളെത്തി. അപ്പോൾ ഞങ്ങൾക്കിനി ഇവിടുന്ന് പോകേണ്ടത് ഏഴിമല എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. അപ്പോൾ പുറത്ത് പോയി ടാക്സി വിളിക്കണം. 12 മണിക്ക് 12:05 എത്തേണ്ടതുണ്ട്. 12:30 ഒരു 20-25 മിനിറ്റ് ലേറ്റ്. എന്നാലും കുഴപ്പമില്ല, യാത്ര വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. അപ്പോൾ കണ്ണൂർ സ്റ്റേഷനിൽ ഇറങ്ങി ഞങ്ങൾ. വന്ദേ ഭാരത് യാത്രക്കാരിലും കൂടുതൽ ബുദ്ധിമുട്ടാണ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷന് പുറത്തേക്ക് കിടക്കാൻ. അമ്മാരി ബ്ലോക്ക്, ഒരു രക്ഷയില്ല. കേരളത്തിൽ എല്ലാവരും തന്നെയാണ് പറഞ്ഞിട്ട് കാര്യമില്ല.